Good morning, all of you. Our first term is over. Today we start our second term, lesson 1, the coastal plains and island. The coastal plains and island, തീരപ്രദേശം, ഐലൻഡുകളും ദ്വീപുകളും. Look at the map. The narrow colored area that surrounds the Deccan Plateau lying along the coastal region are the coastal plains. മാപ്പിൽ നോക്കൂ, എല്ലാവരും ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തില്ലല്ലേ. നേരോ കളേർഡ് ഏരിയ, ഇടുങ്ങിയ നിറത്തോടു കൂടിയുള്ള ആ ഒരു ഭാഗം, ദാറ്റ് സറൗണ്ട്സ് ഡെക്കാൻ പ്ലാറ്റു ലൈയിങ് അലോങ് ദ കോസ്റ്റൽ റീജിയൻ. ഡെക്കാൻ പ്ലാറ്റുവിന് ചുറ്റുഭാഗത്തുമുള്ള നേരോ കളേർഡ് ഏരിയ, ആ കോസ്റ്റൽ റീജിയൻ എന്ന് പറയുന്ന പേരാണ് കോസ്റ്റൽ പ്ലെയിൻസ്. തീരപ്രദേശത്തെ നേരോ കളേർഡ് കാണുന്ന ആ പ്രദേശമാണ് കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. The plain along the western coast are called western coastal plains and the plains on the eastern coast are called eastern coastal plains. അതായത് വെസ്റ്റേൺ കോസ്റ്റിലുള്ള ഭാഗത്തിന് പറയുന്ന പേര്, ആ പ്ലെയിൻസിന് പറയുന്ന പേര് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്നും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിന് പറയുന്നത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് എന്നും പറയുന്നു. The two plains meet at Kanyakumari, the tip of the peninsula in the south. അതായത് ഈ രണ്ട് പ്ലെയിൻസും, അതായത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും, ഈ രണ്ട് പ്ലെയിൻസും മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? കന്യാകുമാരി. മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു റെഡ് സ്പോട്ടിൽ കാണുന്ന ഒരു ഭാഗം അല്ലേ, അതാണ് കന്യാകുമാരി. അവിടെ വെച്ചിട്ടാണ് ഈ രണ്ട് കോസ്റ്റൽ റീജിയൻസും, അതായത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസും മീറ്റ് ചെയ്യുന്നത്. ഈ കന്യാകുമാരി എന്ന് പറയുന്നത് ദ ടിപ്പ് ഓഫ് ദി പെനിൻസുല ഇൻ ദ സൗത്ത്, ഇന്ത്യൻ പെനിൻസുലൻ്റെ ടിപ്പാണ്. ടിപ്പ് ഓഫ് ദി പെനിൻസുല എന്നാ പറയാം. പെനിൻസുലൻ്റെ ടിപ്പ്, ഏറ്റവും സൗത്തിലുള്ള സൗത്തേൺ മോസ്റ്റ് ടിപ്പ് എന്ന് പറയും. ഏറ്റവും സൗത്തിലുള്ള ആ ഒരു ടിപ്പ്, മുനമ്പ് എന്ന് പറയും, അതാണ് കന്യാകുമാരി. ദ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ദ ബിഗിൻസ് ഫ്രം ദ ഗൾഫ് ഓഫ് കാമ്പത്ത് ടു ദ നോർത്ത് ഓഫ് ദി പ്ലെയിൻ ആൻഡ് എക്സ്റ്റെൻഡ് അപ് ടു കന്യാകുമാരി ഇൻ ദ സൗത്ത്. എവിടെ മുതൽ എവിടം വരെയാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്? This begins from the Gulf of Kambat to the north of the plains. North of the plains-ലെ ഗൾഫ് ഓഫ് കാമ്പത്ത്. മാപ്പ് നോക്കിയാൽ നിങ്ങൾക്കറിയാം എവിടെയാണ് ഈ ഗൾഫ് ഓഫ് കാമ്പത്ത്. ഗുജറാത്തിനടുത്തുള്ള അറേബ്യൻ സീ ആ ഒരു ഏരിയയിലാണ് ഗൾഫ് ഓഫ് കാമ്പത്ത്. മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. അവിടെ മുതൽ കന്യാകുമാരി വരെയാണ് എന്ത്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അപ്പോൾ ഇത്രയും റീജിയനാണ് എന്തുള്ളത്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഉള്ളത്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദ വെസ്റ്റേൺ ഘാട്ട് ആൻഡ് ദ അറേബ്യൻ സീ. ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? വെസ്റ്റേൺ ഘാട്ടിൻ്റെയും അറേബ്യൻ സീൻ്റെയും ഇടയിലാണ് ഈ ഒരു ഗ്രേ കളറിൽ ഒരു പ്ലെയിൻ, അതായത് ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, അതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അത് വെസ്റ്റേൺ ഘാട്ടിൻ്റെയും അറേബ്യൻ സീൻ്റെയും ഇടയിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ ഗുജറാത്ത് ഈസ് ബോർഡർ ആൻഡ് ഈസ് കാൾഡ് ഗുജറാത്ത് കോസ്റ്റ്. ഗുജറാത്തിൻ്റെ ബോർഡറിൽ കാണുന്ന ആ ഒരു റീജിയനാണ് ഗുജറാത്ത് കോസ്റ്റ്. The middle part of the western coastal plain is called the Konkan coast. അതായത് ഗുജറാത്ത് കോസ്റ്റ് കഴിഞ്ഞ് മുംബൈ ടു കൊങ്കൺ, ഗോവ വരെയുള്ള ആ ഭാഗമാണ് എന്ത്? കൊങ്കൺ കോസ്റ്റ്. Then we have the Malabar coast extending from Goa to Kanyakumari. അതായത് പനാജി നിങ്ങൾ കാണുന്നുണ്ടല്ലോ മാപ്പിൽ, അത് ആ റെഡ് പ്ലേസ് ആണ് അല്ലേ, ആ ചെറിയൊരു ഭാഗമാണ് ആ ഗോവൻ്റെ ക്യാപിറ്റലാണ് പനാജി. അപ്പോൾ അവിടെ മുതൽ കന്യാകുമാരി വരെയാണ് എന്ത്? മലബാർ കോസ്റ്റ്. അപ്പോൾ ഈ വെസ്റ്റേൺ കോസ്റ്റിനെ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലുള്ള ഭാഗം എന്താണ്? ഗുജറാത്ത് കോസ്റ്റ്, അതായത് ഗുജറാത്തിൻ്റെ നോർത്ത്
പാർട്ട് മുതൽ മുംബൈ വരെയാണെന്ത് ഗുജറാത്ത് കോസ്റ്റ്. മുംബൈ ടു പനാജി അതായത് ഗോവ വരെ കൊങ്കൺ കോസ്റ്റ്. കൊങ്കൺ ഇത് മുതൽ പനാജി മുതൽ കന്യാകുമാരി വരെ മലബാർ കോസ്റ്റ്. ഓക്കെ. There are many backwaters and saltwater lakes are called lagoons all along this coast. ഈ ഏരിയയിൽ ഈ കോസ്റ്റിൽ അതായത് വെസ്റ്റേൺ കോസ്റ്റൽ റീജിയനിൽ ധാരാളം ബാക്ക് വാട്ടേഴ്സ് കായലുകളും ആൻഡ് സാൾട്ട് വാട്ടർ ലേക്ക് ഉപ്പുവെള്ളമുള്ള തടാകങ്ങളും ഒരുപാടുണ്ട്. അതിന് പറയുന്ന പേരാണെന്ത് ലഗൂൺസ്. There are many backwaters and saltwater lake called ലഗൂൺസ്. കായലുകളും ഉപ്പുവെള്ളങ്ങൾക്കുള്ള തടാകങ്ങൾക്കും പറയുന്ന പേരാണ് ലഗൂൺസ്. ദ ബ്യൂട്ടിഫുൾ ബീച്ചസ് ഓഫ് ഗോവ അട്രാക്റ്റ് മെനി ടൂറിസ്റ്റ്. ഇതിൽപ്പെട്ട ഒരു ഏരിയയാണ് ഗോവ. ബ്യൂട്ടിഫുൾ ബീച്ചസ് ആണ്, ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ബ്യൂട്ടിഫുൾ ബീച്ചാണ് ഗോവ. Along the western coastal plain lie the famous seaport of Mumbai, Kandla, Panaji, Mangalore and Kochi, of which Mumbai and Kochi are very famous. ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലുള്ള ഫേമസ് ആയിട്ടുള്ള സീപോർട്ടുകളാണ് ഏതൊക്കെ? മുംബൈ, കാണ്ടില, പനാജി, മാംഗ്ലൂർ ആൻഡ് കൊച്ചി. അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ളത് കൊച്ചി ആൻഡ് മുംബൈ. മുംബൈ ആൻഡ് കൊച്ചി ആർ വെരി ഫേമസ്. Okay. Then next, eastern coastal plain. The eastern coastal plain lies between the Eastern Ghat and the Bay of Bengal. Eastern coastal plain locate ചെയ്തിട്ടുള്ള എവിടെയാണ്? Lies between Eastern Ghat and the Bay of Bengal. Eastern Ghatന്റെയും Bay of Bengalന്റെയും ഇടയിലാണ് Eastern coastal plains ഉള്ളത്. It is wider than the western coastal plain. Western coastal plainലേക്കാളും wider ആണ് ഏത്? Eastern coastal plain. It stretches from Paschim Banga in the north to Tamil Nadu in the south. ഇത് എവിടെ മുതൽ എവിടെ വരെയാണ്? പശ്ചിം ബംഗ മുതൽ, നോർത്തില് പശ്ചിം ബംഗ മുതൽ കന്യാകുമാരി, സൗത്തിൽ കന്യാകുമാരി വരെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലേ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിനേക്കാളും വൈഡറാണ് ഏത്? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. The northern part of this plain is called Northern Syracuse. ഈസ്റ്റേൺ കോസ്റ്റിന്റെ നോർത്തേൺ പാർട്ടിന് പറയുന്ന പേരാണെന്ത്? നോർത്തേൺ സിറാക്കസ്. ആൻഡ് ദി സൗത്തേൺ പാർട്ട് ദി കൊറോമാൻഡൽ കോസ്റ്റ്. രണ്ട് പാർട്ടുകളാണ് ഇതിനുള്ളത്. നോർത്തേൺ പാർട്ട് നോർത്തേൺ സിറാക്കസും സൗത്തേൺ പാർട്ട് കൊറോമാൻഡൽ കോസ്റ്റും. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന് 3 പാർട്ടുകളുണ്ട്. നോർത്ത് പാർട്ട് ഏതാണ്? ഗുജറാത്ത് കോസ്റ്റ്. മിഡിൽ പാർട്ട് ഏതാണ്? കൊങ്കൺ കോസ്റ്റ്. സൗത്ത് പാർട്ട് മലബാർ കോസ്റ്റ്. ഇവിടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ നോർത്ത് പാർട്ട് നോർത്തേൺ സിറാക്കസും സൗത്ത് പാർട്ട് കൊറോമാൻഡൽ കോസ്റ്റും. നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും. മെനി റിവേഴ്സ് റൺ ത്രൂ ദിസ് പ്ലെയിൻ. ഈ പ്ലെയിനിലൂടെ, ഈ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലൂടെ ഒരുപാട് റിവറുകൾ ഒഴുകുന്നുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം ആർ ദ മഹാനദി, ദ ഗോദാവരി, ദ കൃഷ്ണ ആൻഡ് കാവേരി. ഈ റിവറുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, 3rd സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇതൊക്കെ ഈ ഡക്കാൻ പ്ലാറ്റിലൂടെ ഒഴുകുന്ന റിവറുകളാണ്. ഇതെല്ലാം ഒഴുകുന്നത് ഈ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലൂടെ ബേ ഓഫ് ബംഗാളിലേക്കാണ്. ഈ 3rd സ്റ്റാൻഡേർഡിൽ മാത്രമല്ല, ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഈ റിവറുകളെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഡക്കാൻ പ്ലാറ്റു പറഞ്ഞ ഭാഗത്ത് മെയിൻ ആയിട്ടുള്ള റിവറുകളുടെ പേര് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ദീസ് റിവേഴ്സ് ഫോം ഡെൽറ്റാസ് അലോങ് ദി കോസ്റ്റ്. ഈ റിവറുകളൊക്കെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഡെൽറ്റ ഫോം ചെയ്യുന്നുണ്ട് ഈ കോസ്റ്റിൽ. ദീസ് റീജിയൻസ് ആർ വെരി ഫെർട്ടൈൽ. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടുത്തെ ഈ റീജിയൻസ് വെരി ഫെർട്ടൈൽ ഏരിയ ആണ്. അതുകൊണ്ട് ആൻഡ് ആർ കാൾഡ് റൈസ് ബൗൾ ഓഫ് ഇന്ത്യ. ഈ ഒരു ഭാഗത്ത് എന്ത് പറയുന്നു? ഇന്ത്യയുടെ അരിപ്പാത്രം, റൈസ് ബൗൾ ഓഫ് ഇന്ത്യ. ഒരുപാട് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന, നെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഈസ്റ്റേൺ കോസ്റ്റൽ റീജിയൻ.
ദെൻ പിന്നെ അത് കൂടാതെ ഷുഗർ കെയിൻ ആൻഡ് കോട്ടൺ ആർ ആൾസോ ഗ്രോ ഹിയർ. ഇവിടെ അതുകൂടാതെ തന്നെ റൈസ് കൂടാതെ ഷുഗർ കെയിനും കോട്ടന് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് പ്ലെയിൻ ഹാസ് ലോ റെയിൻഫാൾ. ഇവിടെ ലോ റെയിൻഫാൾ ആണ് കിട്ടുന്നത്. വിശാഖപട്ടണം ആൻഡ് ചെന്നൈ ആർ വെൽ നോൺ സീ പോർട്ട് ഓഫ് ദിസ് പ്ലെയിൻസ്. ഈ പ്ലെയിൻസിൽ അതായത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിലെ ഇമ്പോർട്ടൻ്റ് സീ പോർട്ടുകൾ ഏതൊക്കെയാണ്? വിശാഖപട്ടണം ആൻഡ് ചെന്നൈ. എന്നാൽ വെസ്റ്റേൺ കോസ്റ്റിലുള്ള ഇമ്പോർട്ടൻ്റ് സീ പോർട്ടുകൾ ഏതാണ്? പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ളത് കൊച്ചി ആൻഡ് മുംബൈ ആണ്. പക്ഷെ അത് കൂടാതെ വേറെയുണ്ട്. മുംബൈ, കാണ്ടില, പനാജി, മാംഗ്ലൂർ ആൻഡ് കൊച്ചി ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും ഫേമസ് ആയത് മുംബൈ ആൻഡ് കൊച്ചിയാണ്. അപ്പോൾ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ വിശാഖപട്ടണം ആൻഡ് ചെന്നൈ. ദ ഐലൻഡ്സ്. ഇനി അടുത്തത് ദ്വീപുകളെ കുറിച്ചിട്ട് നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടില്ലേ? വി ഹാവ് സീൻ ഇൻ സ്റ്റാൻഡേർഡ് തേർഡ് ദാറ്റ് ദ ടു മെയിൻ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ് ഓൺ എയ്തർ സൈഡ് ഓഫ് ദി പെനിൻസുല. ഇന്ത്യൻ പെനിൻസുലന്റെ രണ്ട് സൈഡിലും 2 ഗ്രൂപ്പ് ഓഫ് ഐലൻഡുകളുണ്ട് അല്ലേ? അന്തമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആൻഡ് ലക്ഷദ്വീപ്. അന്തമാൻ നിക്കോബാർ ഐലൻഡ് എവിടെയാണുള്ളത് എന്നറിയാം, ലക്ഷദ്വീപ് എവിടെയാണെന്നുള്ളതും നിങ്ങൾക്കറിയാം. നോക്ക്, ഫസ്റ്റ് നമുക്ക് അന്തമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് നോക്കാം. ദിസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് അബൌട്ട് 300 ഐലൻഡ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിൽ 300 ഐലൻഡുകളുണ്ട്. അന്തമാൻ നിക്കോബാർ ഐലൻഡ് കൂടിച്ചേർന്ന് 300 ഐലൻഡുകൾ കൂടിച്ചേർന്നതാണ് അന്തമാൻ നിക്കോബാർ ഐലൻഡ്. ദിസ് ഈസ് എ യൂണിയൻ ടെറിട്ടറി. അത് നമുക്കറിയാം അല്ലേ? ഇതൊരു യൂണിയൻ ടെറിട്ടറി ആണ്. ഒരു സ്റ്റേറ്റ് അല്ല, യൂണിയൻ ടെറിട്ടറിയിൽ പെട്ടതാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. ദ നോർത്തേൺ ഗ്രൂപ്പ് ഈസ് കാൾഡ് ദി അന്തമാൻ ഐലൻഡ്. അതായത് 300 ഐലൻഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ ബേ ഓഫ് ബംഗാളിലെ നോർത്തേൺ പാർട്ടിന് പറയുന്ന പേരാണ് എന്ത്? അന്തമാൻ ഐലൻഡ്. ആൻഡ് സൗത്തേൺ ഗ്രൂപ്പ്, സൗത്തേൺ ഭാഗത്തുള്ള ഒരു ഗ്രൂപ്പ് ഐലൻഡിന് പറയുന്ന പേരാണ് നിക്കോബാർ ഐലൻഡ്. ദ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് ഇൻ ദ നിക്കോബാർ ഐലൻഡ് ഈസ് ഇന്ദിര പോയിന്റ്. അന്തമാൻ നിക്കോബാർ ഐലൻഡിന്റെ സൗത്തേൺ മോസ്റ്റ് പോയിന്റ് നിക്കോബാർ ഐലൻഡ് ആണെന്ന് പറഞ്ഞു. അതിന്റെ ഏറ്റവും സൗത്തേൺ മോസ്റ്റിലുള്ള ഒരു ഭാഗമുണ്ട്, അതിന് പറയുന്ന പേരാണ് എന്ത്? ഇന്ദിര പോയിന്റ്. മെനി ഓഫ് ദീസ് ഐലൻഡ് ആർ ഹില്ലി ആൻഡ് കവേർഡ് വിത്ത് തിക്ക് ഫോറസ്റ്റ്. ഇവിടെ കുന്നുകളും ചെരിവുകളും തിക്ക് ഫോറസ്റ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. പോർട്ട് ബ്ലെയർ ഈസ് ദ ക്യാപിറ്റൽ. അന്തമാൻ നിക്കോബാർ ഐലൻഡിന്റെ ക്യാപിറ്റൽ ഏതാണ്? പോർട്ട് ബ്ലെയർ ആണ്. ദെൻ നെക്സ്റ്റ് ലക്ഷദ്വീപ് ഐലൻഡ്. ലക്ഷദ്വീപ് ഐലൻഡ് ഏത് സീലുള്ളതാണ്? അറേബ്യൻ സീലാണ്. There are 36 islands in the group scattered in the Arabian Sea. അറേബ്യൻ സീ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുന്ന 36 ഐലൻഡുകൾ കൂടിയതാണ് എന്ത്? ലക്ഷദ്വീപ്. They are close to the mainland near the മലബാർ കോസ്റ്റ്. മലബാർ കോസ്റ്റുമായിട്ട് വളരെ ക്ലോസ് ആയി കിടക്കുന്ന ഏരിയ. They are flat unlike the Andamans. അന്തമാനെ പോലെ അല്ല ഇവിടെ. അന്തമാനിൽ വളരെ ഹില്ലി ആൻഡ് കവേർഡ് തിക്ക് ഫോറസ്റ്റ് ആണെന്ന് പറയാം. അതുപോലെയല്ല, ഇവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയകളാണ്. ദേ ആർ ഫേമസ് ഫോർ കോറൽ റീഫ്സ് ആൻഡ് ലഗൂൺസ്. ധാരാളം ഫേമസ് ആയിട്ടുള്ള പവിഴപ്പിട്ടുകളും ലഗൂൺസുകളും ഇവിടെയുണ്ട്. കവരത്തി ഈസ് ദ ക്യാപിറ്റൽ. മെനി ടൂറിസ്റ്റ് വിസിറ്റ് ദീസ് ഐലൻഡ്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ over.